മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ CPM നേതാക്കളായ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് പോലുള്ള മുതിർന്ന നേതാക്കൾ പ്രധാനമായി ആരോപിക്കുന്ന ഒരു കുറ്റമുണ്ട് ഇപ്പോൾ. അതായത് ഹിന്ദു ഐക്യവേദിയിലെ ഏതാനും പ്രവർത്തകർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതും ഫോട്ടോ എടുത്തതും ഈ ഒരു CPM നേതാക്കൾ വലിയൊരു കുറ്റമായി പെരുപ്പിച്ച് കാട്ടിയാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത്. ശരിക്കും ഇതുപോലെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഒരു ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇതാരാണ് ഈ പറയുന്നത് PA മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചെറിയൊരു ബന്ധമുണ്ട്. പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ PA മുഹമ്മദ് റിയാസ് ആണ്. ഇനി അതെ, അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പണം മാസപ്പടി എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു കേസ് അന്വേഷിക്കാൻ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലതാമസം ഉണ്ടായത്? ഇനി മുഖ്യമന്ത്രി ഈ പറഞ്ഞ കേന്ദ്രത്തിലുള്ള BJP നേതാക്കളുമായിട്ട് സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ PA മുഹമ്മദ് റിയാസ് എവിടെയായിരുന്നു? ഇതിന് ഉത്തരമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമപ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് കുട പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ BJPക്ക് കുട പിടിച്ചുകൊണ്ടും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ BJPക്കെതിരെയാണ്, ഞങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചത് എന്തിനായിരുന്നു? BJPയുടെ മറ്റേ ഇഷ്ടപാത്രമാകാൻ വേണ്ടി ആയിരുന്നില്ലേ? അപ്പൊ കഴിഞ്ഞ കുറെ നാളുകൾ ഈ കേസിനൊരു മെല്ലെപ്പോക്ക് ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ പിണറായിയും BJPയുമായിട്ടുണ്ടായിരുന്ന ഡീലല്ലേ? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്തത്? ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ BJP നേതാക്കളെ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങ് ആരോപിക്കുകയാണ് ഇത് സംഘപരിവാർ അജണ്ടയാണ്, സംഘപരിവാർ ബന്ധമാണ്. ഇപ്പൊ കേരളത്തിൽ നിയമസഭയിൽ 3 BJP നേതാക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങളിലെല്ലാം തോറ്റുകൊടുത്തത് ഇടതുപക്ഷത്തിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അവിടെയെല്ലാം ഈ പറഞ്ഞ BJP CPM ബന്ധമുണ്ടായിരുന്നു. ഇവിടെയെല്ലാം 2ാം സ്ഥാനത്തെത്തിയത് LDF കാൻഡിഡേറ്റുകളായിരുന്നു. അതുപോലെ തന്നെ അതെല്ലാം LDF മണ്ഡലങ്ങളായിരുന്നു. ഇവര് ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങൾ BJPക്ക് വിട്ടുകൊടുത്തത് ഈ പറഞ്ഞ ഡീലിന്റെ ഭാഗമല്ലേ? അപ്പൊ ഇത്തരത്തിൽ കുറെ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടാകും. പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് വന്ന് ഇത്തരത്തിൽ VD സതീശൻ അങ്ങ് സംഘപരിവാർ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുപോലെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ VD സതീശൻ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെ തുടങ്ങി എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആരൊപ്പുവെച്ചു? ആരാണത് ഒപ്പുവെച്ചത്? ആരുടെ അനുവാദത്തോടെയാണ് ഒപ്പുവെച്ചത്? കേരളത്തിൽ ഈ പറയുന്നത് പോലെ വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും ഖണ്ഡകാവ്യങ്ങളും എഴുതി വിടുന്നതും ഒക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തെ പോലും തള്ളിപ്പറയുന്ന സംഭവം പല നേതാക്കളും എടുത്തിട്ടുണ്ട്. ആ ഒരു നിലപാട് പല നേതാക്കളും എടുത്തിട്ടുണ്ട്. ഈ സമയത്തൊന്നും സംസാരിക്കാനില്ലായിരുന്നോ? അപ്പോൾ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ വിമർശനാത്മകമായി സംസാരിച്ച് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ PM ശ്രീ വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടന്നില്ല? അപ്പോൾ ഈ പറഞ്ഞ VD സതീശനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് താങ്കളുടെ വസതിയിൽ തന്നെയുള്ള താങ്കളുടെ ഭാര്യയുടെ അച്ഛനായ പിണറായി വിജയനോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് അച്ഛാ ഇങ്ങനെ PM ശ്രീയിൽ ഒപ്പിട്ടത്? എന്ത് ചെയ്തോ വികാരമായിരുന്നു നയിച്ചത് എന്നുള്ളൊരു കാര്യം ചോദിക്കണം. പിന്നെ മറ്റൊരു കാര്യം കിടപ്പുണ്ട്. ഈ എക്സാലോജി കേസിൽ അടുത്ത പ്രതിയായി PA മുഹമ്മദ് റിയാസ് ചട്ടിയിലാകുന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എത്ര നാൾ മുൻപ് നടന്നൊരു ക്രൈമാണ്, കുറെ നാളുകളായി. ഇപ്പോൾ കഴിഞ്ഞ മാസം ED റെയ്ഡ് നടന്നു എങ്കിൽ പോലും ഒരു സാധാരണ ക്രൈമിന്റെ എവിഡൻസ് ഒളിപ്പിക്കാൻ കഴിയുന്ന സമയം അതിക്രമിച്ചിരുന്നില്ലേ? ഇപ്പൊ ഞാനും ആഷിക്കുമാണ് ഇവിടെ ഓഫീസിൽ നിന്ന് ആ ഒരു 10,000 രൂപയുടെ തിരിമറി നടത്തി എന്ന് വിചാരിക്കുക. ഒരു മാസം ടൈം കിട്ടുകയാണ്. ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി, ഞാനും ആഷിക്കും 10,000 രൂപ കണ്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ എടുത്തെന്നോ ആരുടെ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയെന്നോ കണ്ടുപിടിച്ചതിന് ശേഷം ഈ അന്വേഷണം ആരംഭിക്കാൻ അല്ലെങ്കിൽ ഈ നമ്മുടെ വീടുകളിൽ വന്ന് റെയ്ഡ് നടത്താൻ 1 മാസം ടൈം കിട്ടിയാൽ പോലും ഞാനും ആഷിക്കും ഈ ഡോക്യുമെന്റ്സിനെ എല്ലാം യമലോകത്തോട്ട് അയച്ചിട്ടുണ്ടാവില്ലേ? കഴിയാവുന്നത്ര തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടായിരിക്കും ആ ഒരു അന്വേഷണത്തെ അഭിമുഖീകരിക്കുന്നത്. അതെ, എങ്ങനെയാണെങ്കിലും ഇതിനെ നന്നായിട്ട് തേച്ച് മാച്ച് കളയാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും. അപ്പോൾ 2,78,00,000 രൂപയുടെ തിരിമറി നടത്തിയെന്നും ഒരു കണക്കുമില്ലാതെ ആ ഒരു കമ്പനിയിൽ നിന്ന് ആ പണം വാങ്ങിയെന്നും പറയപ്പെടുന്ന വീണ തൈക്കണ്ടി ഈ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാകില്ലേ? ഇനി എന്ത് പ്രഹസനമാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ എനിക്കൊന്നും PM മുഹമ്മദ് റിയാസ് ഒക്കെ കാണിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്
ഈ തെളിവ് നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജാനുവാശിക്കും കൂടെ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ രോഹിതേട്ടൻ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കണ്ടുപിടിക്കുമല്ലോ, തെളിവെവിടെ കണ്ടുപിടിക്കുക, ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ധൈര്യമായിട്ട് ഫ്രണ്ടിൽ പോയി എന്ന് പറയാം. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാഗം ക്ലിയർ ആക്കാതെ, സ്വന്തം സൈഡിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാതെ മറ്റൊരാളുടെ തലയിലേക്ക് ഇപ്പോ ഞാൻ ചെയ്തത് തെറ്റല്ല പക്ഷെ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ സംഘപരിവാർ അജണ്ട കൊണ്ടുവരുന്നു, വി ഡി സതീശൻ അത് ചെയ്യുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോഴും എന്തോ നട്ടലിന്റെ ഡിഗ്രി വളഞ്ഞതിന്റെ ഡിഗ്രി കണക്കിലെടുത്ത് കാവ്യ എഴുതാൻ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, അതായത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയതിന്റെ പിറ്റേ ദിവസമാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടക്കുന്നത്. ആ ഇ ഡി പരിശോധന പോലും ഈ വി ഡി സതീശൻ നേരെ ചെന്ന് വി ഡി സതീശൻ ചെന്ന് നരേന്ദ്രമോദിയോട് പറയുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, ഇപ്പൊ കയറി തപ്പിയ തെളിവ് കിട്ടും, വേഗം തൂക്കിക്കോ എന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു പരത്തിയവരാണ് ഈ സോക്കോൾഡ് സഹാക്കൾ. അതെ, അപ്പോ ശരിക്കും ഇതിങ്ങനെ വിശ്വസിക്കുകയാണോ? ഇപ്പൊ നമ്മൾ പോലും തമാശക്ക് പറഞ്ഞു, നൈസായിട്ട് ചെയ്ത് പറഞ്ഞെടുത്തല്ലേ, ഇതൊക്കെ നമ്മൾ തമാശ പറയുന്നതാണ്. പക്ഷെ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്ന സഖാക്കളുണ്ട്. നമുക്ക് അതിശയം തോന്നുമായിരിക്കും, കോമഡിയാണെന്ന് തോന്നുമായിരിക്കും, പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന, ഇതൊക്കെ ചെയ്യുന്ന, വിശ്വസിക്കുന്ന സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പി എ മുഹമ്മദ് റിയാസ് ചെയ്യേണ്ടത് സ്വന്തം തടി രക്ഷിക്കുക എന്നുള്ളതാണ്. എക്സാലോജിക്കിൽ നിന്ന് ഇതുവരെ നിങ്ങൾ ആരും കുറ്റവിമുക്തരായിട്ടില്ല, ആരും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ സംശയത്തിന്റെ നിഴലിലുള്ള ആൾക്കാരാണ്. ഇവൻ മുൻ മുഖ്യമന്ത്രിയായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പോലും അവിടെ ഈ കേസിൽ പ്രതികൾ സംശയ നിഴലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ ഇതിൽ നിന്ന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പുറത്തു വരുന്നിടത്തോളം കാലം ഇതിനൊരു ഈ പറയാൻ വോയിസ് ഇല്ല എന്ന് തന്നെ പറയണം. ഇപ്പോ മാസപ്പടി കേസ് മാത്രമല്ല മേഘ, ഇനി പറയുകയാണെങ്കിൽ കുറച്ച് പിന്നോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ കരുതിക്കൂട്ടി ADGP MR രജികുമാറിനെ അവിടെ കൊണ്ടുവരികയും അത് പോലീസിനെ ഉപയോഗിച്ച് ഈ ഒരു പൂരത്തിന്റെ പല കാര്യങ്ങളും മുടക്കുകയും ചെയ്തത് ഈ BJPക്ക് വളമാവുകയാണ് അവിടെ ചെയ്തത്. അവിടെ അതിനുശേഷം നടന്ന 2024 പാർലമെന്റ് ഇലക്ഷനിൽ ഒരു മികച്ച ഭൂരിപക്ഷത്തോടെ വേണമെന്ന് പറയാം, ആ ഒരു ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഇതിന്റെ വോട്ട് വീതം നോക്കുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ 8 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ ഒരു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഈ ഒരു 8 നിയമസഭാ മണ്ഡലങ്ങളും എന്ന് പറയുന്നത് LDFന് അല്ലെങ്കിൽ LDFന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ കളി മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിന്റെ ഈ ഒരു തൃശ്ശൂർ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച CPI നേതാവ് സുനിൽകുമാറിനെ അടക്കം അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിനെ അടക്കം തഴഞ്ഞുകൊണ്ട് ഈ ഒരു ഡീലിന് ഏറ്റവും കൂടുതൽ അതിനെ സേഫ് ചെയ്തു അല്ലെങ്കിൽ സേഫ് ഗാർഡ് കൊടുത്ത ഒരാളാണ് നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊന്നും ആരും അറിയാത്ത കഥയൊന്നുമല്ലല്ലോ. അതെ, ഇപ്പോൾ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ CPM BJP ഡീല് നടന്നിട്ടുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറയും കോൺഗ്രസ് BJP ഡീലാണെന്ന്, BJP പറയും കോൺഗ്രസ് CPM ഡീലാണെന്ന്. പക്ഷേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, തെളിവുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് BJPയിൽ നിന്ന് ഒരു വച്ചുമാറൽ രാഷ്ട്രീയം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ പാലക്കാട് നടന്നത് എന്താണ്, അതുപോലെ നേമത്ത് നടന്നത് എന്താണ്, വി മുരളീധരൻ മത്സരിച്ച കഴക്കൂട്ടം മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്, ഇവിടെയെല്ലാം ഇവരുടെ CPMന്റെ സമുന്നതരായ നേതാക്കൾ മത്സരിച്ച സ്ഥലങ്ങളാണ് CPMൽ നിന്ന് നഷ്ടപ്പെട്ടത്. 3 സീറ്റുകൾ. അപ്പൊ ഈ കഴക്കൂട്ടവും നേമവും ഒക്കെ മന്ത്രിമാരുണ്ടായിരുന്ന മണ്ഡലം, അത് ഇപ്പോൾ BJPയുടെ കൈകളിൽ ഇരിക്കുന്നത് എന്ത് രാഷ്ട്രീയത്തിന്റെ പുറത്താണ്, എന്ത് എക്സ്ചേഞ്ചിന്റെ പുറത്താണെന്നും കൂടി പി എ മുഹമ്മദ് റിയാസ് അന്വേഷിക്കുന്നതും അത് തുറന്നു കാട്ടുന്നതും നല്ലതായിരിക്കും.